നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 10-ാം തീയതി. സ്വന്തം ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ കാട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഭരതകുമാരൻ പുറപ്പെട്ടതായിട്ടുള്ള രംഗമാണ് നമ്മൾ ഇന്നലെ പാരായണം ചെയ്ത് അനുസ്മരിച്ചത്. സൈന്യങ്ങളോടും അയോധ്യാവാസികളോടും മാതാക്കളോടും കൂടി വനത്തിലേക്ക് പുറപ്പെട്ട ഭരതൻ ഗുഹനെ കണ്ടു. ഗുഹൻ്റെ അറിവോടുകൂടി ഗുഹൻ്റെ സഹായത്തോടുകൂടി ഗംഗാനദിയും കടന്ന് ഭരദ്വാജനെ വന്ദിച്ച് ശ്രീരാമചന്ദ്രൻ എവിടെയെന്ന് അന്വേഷിച്ചു. ഭരദ്വാജമുനി അതനുസരിച്ച് കാണിച്ചു കൊടുത്തു. വാത്മീകി ആശ്രമത്തിലെത്തി. അങ്ങനെ ചിത്രകൂട പർവ്വതത്തിലും ശ്രീരാമൻ വസിക്കുന്ന ആ ചിത്രകൂട പർവ്വതത്തിലും ഭരതകുമാരൻ സൈന്യങ്ങളോടുകൂടി മാതാക്കളോടുകൂടി എത്തുകയാണ്. ദൂരെ നിന്നും സൈന്യത്തോടുകൂടി വരുന്ന ഭരതനെ കണ്ട് സന്തോഷിച്ച ശ്രീരാമൻ വന്ന് കാൽക്കൽ വീണ ഭരതനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഗാഠം ആലിംഗനം ചെയ്തു. മാതാക്കന്മാരെ വീണ് നമസ്കരിച്ചു. കുശലപ്രശ്നങ്ങൾ അന്വേഷിച്ചു. കുശലപ്രശ്നങ്ങൾ ചെയ്തതിന് ശേഷം തൻ്റെ അച്ഛന് സുഖമല്ലേ എന്നൊരു ചോദ്യത്തിൽ എല്ലാവരും പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ ഭരതൻ്റെ വാക്കുകളിലൂടെ മനസ്സിലായി. അങ്ങനെ ആ താതന് ഉദകക്രിയകളെല്ലാം ചെയ്ത് ചിത്രകൂട പർവ്വതത്തിലെ ആശ്രമത്തിലിരിക്കുമ്പോൾ ആ ഭരതൻ ഭഗവാന്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ച് താൻ വന്ന കാര്യം അറിയിക്കുന്നതായിട്ടുള്ള രംഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചെയ്ക വേണമഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തിക്കുലം തന്തവേ. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തിക്കുല തന്തവേ.
പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസമത്ഭുത വിക്രമ നാഥ പ്രസീദമേ. മാതാവു തന്നുടെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിധേ. ഭ്രാതാവു തന്നുടെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പുണ്ഡിത്തം പറഞ്ഞുടൻ ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്ഥാപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരാനി യത്വയോക്തം മയാ തഥൈവ ശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമിത്താതനിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ. സ്ത്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ. ചൊന്നവാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല, കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതനസത്യഭയം കൊണ്ടു ചെയ്തതീനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വേൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതീ സാദരം രാഘവൻ താനു മുര ചെയ്തു. രാജ്യം നിനക്കുമെനിക്കു വിപിനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ. വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം.